ജമ്മു കശ്മീരിലെ ഝലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ശ്രീനഗർ. ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റി കൂടിയാണ് ശ്രീനഗർ. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൽഹണന്റെ രാജതരംഗിണി എന്ന ഗ്രന്ഥം കശ്മീരിന്റെയും ശ്രീനഗറിന്റെയും വിശദമായ ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. അതുപ്രകാരം ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ ശ്രീനഗർ എന്ന നഗരത്തിന് ചരിത്രരേഖകളുണ്ട്. വിവിധ രാജവംശങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശ്രീനഗർ മുഗൾ രാജവംശത്തിന്റെ ഭാഗമായി തീർന്നു. മുഗൾ രാജാക്കന്മാർ അവരുടെ വേനൽക്കാല താമസ നഗരമായി ശ്രീനഗറിനെ വികസിപ്പിച്ചെടുത്തു. ഈ കാലഘട്ടത്തിലാണ് ഷാലിമാർ, നിഷാത്ത് തുടങ്ങിയ ഉദ്യാനങ്ങൾ ശ്രീനഗറിൽ പണികഴിക്കപ്പെട്ടത്. കൽഹണന്റെ രാജതരംഗിണിയിൽ പരാമർശിച്ചിരിക്കുന്ന ശ്രീനഗര എന്ന സംസ്കൃത നാമത്തിന്റെ രൂപാന്തരമാണ് ശ്രീനഗർ എന്ന് കരുതപ്പെടുന്നു. ശ്രീനഗറിന്റെ രത്നം എന്നറിയപ്പെടുന്ന നഗര തടാകമാണ് ദാൽ തടാകം. പൂക്കളുടെ തടാകം, കശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നീ പേരുകളിലും ദാൽ തടാകം പ്രസിദ്ധമാണ്. 18 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ തടാകം ഹൗസ് ബോട്ടുകൾ, ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ, ശിക്കാരകൾ എന്നിവയാൽ സമ്പന്നമാണ്. ശ്രീനഗറിലെ ജനങ്ങളുടെ ജീവിതവുമായി ഇഴപിരിയാത്ത ബന്ധമാണ് തടാകത്തിനുള്ളത്. ശ്രീനഗർ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ദാൽ തടാകത്തിലൂടെയുള്ള ശിക്കാര റൈഡ് ആസ്വദിക്കാതെ പോകാറില്ല. 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തുഴഞ്ഞു പോകുന്ന കൊച്ചു ചങ്ങാടങ്ങളാണ് ശിക്കാരകൾ. ഫ്ലോട്ടിംഗ് ഗാർഡനുകളുടെയും ലില്ലി പാടുകളുടെയും ഇടയിലൂടെയുള്ള ശിക്കാര യാത്രകൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാശ്മീരി ഭാഷയിൽ ദാൽ എന്നതിന് തടാകം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ദാൽ തടാകം എന്ന പ്രയോഗം ഭാഷാപരമായി തെറ്റാണ്. യഥാർത്ഥത്തിൽ ദാൽ 3 തടാകങ്ങളുടെ ഒരു സമുച്ചയമാണ്. സങ്കീർണമായ ജലപാതകളാലും ചാനലുകളാലും ഇവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഒറ്റ തടാകം എന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നതാണ് വസ്തുത. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ താമരപ്പൂക്കൾ വിരിയുമ്പോൾ തടാകം പുഷ്പാലങ്കൃതമായി തീരുന്നു. കാശ്മീരി ഭാഷയിൽ റാഡ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ ദാൽ തടാകത്തിലെ സവിശേഷ കാഴ്ചയാണ്. ഈ ഫ്ലോട്ടിംഗ് ഗാർഡനുകളിൽ വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയവയും വളരുന്നു. ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് നിഷാത്ത് ബാഗ് എന്ന പൂന്തോട്ടം. ദാൽ തടാകത്തിന്റെ കിഴക്കുഭാഗത്തായി നിർമ്മിക്കപ്പെട്ട ഒരു ടെറസ്ഡ് ഉദ്യാനമാണിത്. കശ്മീർ താഴ്വരയിലെ രണ്ടാമത്തെ വലിയ മുഗൾ ഉദ്യാനമാണ് നിഷാത്ത് ബാഗ്. ആനന്ദത്തിന്റെ പൂന്തോട്ടം എന്നാണ് നിഷാത്ത് ബാഗിന്റെ അർത്ഥം. സബർവാൻ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന നിഷാത്ത് ബാഗ് ദാൽ തടാകത്തിന്റെ മനോഹരമായ ദൃശ്യം സഞ്ചാരികൾക്ക് നൽകുന്നു. 1633-ൽ നൂർജഹാന്റെ മൂത്ത സഹോദരനായ ആസിഫ് ഖാൻ ആണ് ഈ ഉദ്യാനം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. തടാക തീരത്ത് നിന്ന് ആരംഭിച്ച് പിർ പഞ്ചൽ കുന്നുകളുടെ അടിവാരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉദ്യാനം ചിനാർ, സൈപ്രസ് മരങ്ങളാൽ സമ്പന്നമാണ്. മുഗൾ ചക്രവർത്തിയായ ആലംഗീർ രണ്ടാമന്റെ മകളും ജഹന്തർ ഷാ ചക്രവർത്തിയുടെ ചെറുമകളുമായ മുഗൾ രാജകുമാരി
സുഹ്റ ബീഗത്തെ അടക്കം ചെയ്തത് നിഷാത്ത് ബാഗിലാണ്.
കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന സിൽക്ക് റോഡിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് സോനാമാർഗ്. കാശ്മീരി ഭാഷയിൽ സോനാമരഗ് എന്നാണ് ഉച്ചാരണം. സ്വർണത്തിന്റെ പുൽത്തകിടി എന്നാണ് സോനാമരഗിന്റെ അർത്ഥം. പുരാതന കാലത്ത് ഇന്ത്യയിൽ നിന്നും ലഡാക്ക് വഴി ടിബറ്റിലേക്കുള്ള കവാടമായിരുന്നു സോനാമാർഗ്. സോനാമാർഗിൽ നിന്നും മഞ്ഞു മൂടിക്കിടക്കുന്ന താഴ്വരകളും ദുർഘടമായ സോജിലായും കടന്നുവേണം കാർഗിൽ വഴി ലഡാക്കിൽ എത്തിച്ചേരുവാൻ. സോജില ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദുർഘടമായ മലമ്പാതകളിലൊന്നാണ്. സോനാമാർഗിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് സോജില. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3528 മീറ്റർ അഥവാ 11,575 അടി ഉയരത്തിലാണ് സോജില. ശൈത്യകാലത്ത് സോജില മഞ്ഞു മൂടി കിടക്കുന്നതിനാൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ സോജില വഴിയുള്ള ഗതാഗതം അനുവദിക്കാറില്ല. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ലേ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പട്ടണമാണ് കാർഗിൽ. ശ്രീനഗറിൽ നിന്ന് 204 കിലോമീറ്റർ കിഴക്കും ലേയിൽ നിന്ന് 234 കിലോമീറ്റർ പടിഞ്ഞാറുമായാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. കാർഗിലിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രമാണ് ദ്രാസ് പട്ടണത്തിൽ ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചിട്ടുള്ള കാർഗിൽ വാർ മെമ്മോറിയൽ അഥവാ കാർഗിൽ യുദ്ധസ്മാരകം. കാർഗിലിലെ ടൈഗർ ഹില്ലിനു കുറുകെ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയായാണ് യുദ്ധസ്മാരകം നിലകൊള്ളുന്നത്. കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച 75-24 പാക് ഹോയിറ്റ്സർ, MiG-21 യുദ്ധവിമാനം എന്നിവ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധവിജയത്തിലെ നിർണായക നീക്കമായിരുന്ന പോയിന്റ് 4875 പിടിച്ചെടുക്കുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച, കേവലം 24-ാമത്തെ വയസ്സിൽ ജീവത്യാഗം ചെയ്ത ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ പ്രതിമയ്ക്ക് മുന്നിൽ അശ്രുകണങ്ങളോടുകൂടി മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. 1998-99 ശൈത്യകാലത്ത് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ശ്രീനഗർ ലേ ഹൈവേക്ക് സമീപമുള്ള പല പ്രദേശങ്ങളും അധിനിവേശപ്പെടുത്തുകയുണ്ടായി. 1999 മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ സൈനിക നീക്കം ആരംഭിക്കുകയും ചെയ്തു. 2 മാസത്തിലേറെയായി നീണ്ട യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം അധിനിവേശ പ്രദേശങ്ങളെല്ലാം തിരികെ പിടിച്ചു. 527 ധീര ജവാന്മാരാണ് കാർഗിൽ യുദ്ധത്തിൽ ഭാരതത്തിന് നഷ്ടമായത്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മാരകമായി 2014 നവംബറിൽ ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. എല്ലാ വർഷവും ജൂലൈ 26 ഇന്ത്യ കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നു.
നമ്മുടെ നല്ല നാളേക്കു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരന്മാർക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നിന്ന് വിട പറയുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.